അവിടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഈ എന്താ ചെറി പിക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇസ്ലാമിൽ ഇപ്പോൾ അനന്തര സ്വത്ത്, വിവാഹം, വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഒരു ഫ്രെയിമിൽ വെച്ച് വേണം ഇത് മുഴുവനും വിശകലനം ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു കുടുംബ സിസ്റ്റം രൂപം കൊള്ളുന്നത്? അത് പരസ്പരമുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കടമയാണ്, കടപ്പാടാണ്, പരസ്പരമുള്ള കർത്തവ്യബോധങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു തലമാണ് ഈ പറയുന്ന അനന്തര സ്വത്ത് വീതം വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ പുരുഷന്മാർക്ക് ഇസ്ലാമിൽ ഖിവാമ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സമൂഹത്തിൻ്റെ വലിയൊരു തെറ്റിദ്ധാരണ അവിടെ ഒരു പാട്രിയാർക്കി എന്ന് പുരുഷ മേധാവിത്വം ഉണ്ട് എന്നുള്ളതാണ്. മേധാവിത്വം എന്നുള്ള വാക്ക് നമ്മളവിടെ ഒഴിവാക്കിയാലും ഇസ്ലാമിൽ ഒരു കാഴ്ചപ്പാട്, ഒരു ഫാമിലി ജീവിച്ചു പോകുമ്പോൾ ലളിതമായി പറഞ്ഞാൽ 2 മക്കളും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ യൂണിറ്റ്, അതിൽ മക്കളുടെയും കുടുംബത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഭർത്താവിനാണ്, പുരുഷനാണ് എന്നുള്ളതാണ്. ഭാര്യയുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ട്, ഭർത്താവിൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ലെങ്കിലും മക്കൾക്ക് രോഗമായാൽ നിർബന്ധ ബാധ്യത ഭർത്താവിനാണ്. ഭാര്യയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, ഭാര്യയോട് ഇസ്ലാമിക സിസ്റ്റത്തിൽ ചോദ്യമില്ല, ഭർത്താവിനോടാണ് ചോദ്യം. അതിൻ്റെ ഒരു അറബി വേർഡാണ് വാസ്തവത്തിൽ ഖിവാമ എന്ന് പറയുന്നത്. അത് റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ പ്രിവിലേജ് അല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു തല ഉള്ളത് കൊണ്ട് തന്നെ നേരെ ചൊവ്വേ ഈ അനന്തര സ്വത്തിൻ്റെ വകുപ്പുകൾ നമ്മൾ പരിശോധിച്ചാൽ